നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഗാന്ധിഗ്രാം പദ്ധതിയുടെ ഭാഗമായി കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഇടുക്കിയിലെത്തി. ചെല്ലിത്തോട് പട്ടികജാതി കോളനിയിലെത്തിയ ചെന്നിത്തലയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണം. ജില്ലയിൽ നടപ്പാക്കുന്ന ജലനിധി പദ്ധതി അവലോകനത്തിന് ലോകബാങ്ക് സംഘം ജില്ലയിലെത്തി. പദ്ധതി നിർവഹണത്തിൽ ലോകബാങ്ക് സംഘം സംതൃപ്തി രേഖപ്പെടുത്തി. മുതലക്കോട് നടന്നുവന്ന സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വയനാടിനെ പരാജയപ്പെടുത്തി എറണാകുളം ജില്ലാ ചാമ്പ്യന്മാരായി. പട്ടിണിപ്പാവങ്ങൾക്കും മാറാരോഗികൾക്കുമായി ഷിനുവിന്റെ മാരത്തോൺ ഇടുക്കി ജില്ലയിൽ. ജില്ലയിലെ പര്യടനം തൊടുപുഴ സിഐ സജി മാർക്കോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കമ്പ്യൂട്ടർ ഡീലേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണം കമ്പ്യൂട്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കെപിസിസിയുടെ ഗാന്ധിഗ്രാം പദ്ധതിയുടെ ഭാഗമായി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഇടുക്കിയിലെത്തി. രാവിലെ 10 മണിയോടെ കോളനിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ ഇടുക്കി എം പി ടി തോമസും ഡിസിസി പ്രസിഡന്റ് റോയ് കെ പൗലോസും ചേർന്ന് കോളനിയിലേക്ക് സ്വീകരിച്ച് അനയിച്ചു. കോളനിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ പി ടി തോമസ് എം പി, ഡിസിസി പ്രസിഡന്റ് റോയ് കെ പൗലോസ്, എം അഗസ്തി, CN സോമരാജൻ എന്നിവർ പ്രസംഗിച്ചു. ഈട്ടുതൊപ്പി അണിയിച്ചാണ് ചെന്നിത്തലയെ കോളനിവാസികൾ സ്വീകരിച്ചത്. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കോളനിയിലേക്ക് എത്തിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പട്ടികജാതിക്കാരുടെ 10 ലക്ഷം രൂപ വരെയുള്ള ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് കോളനിയിലെ വീടുകൾ സന്ദർശിച്ച് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വേണ്ട സഹായങ്ങൾ നൽകുമെന്നും പറഞ്ഞാണ് ചെന്നിത്തല മടങ്ങിയത്. ഞങ്ങളുടെ ലക്ഷ്യം കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഇപ്പോഴും അകറ്റി നിർത്തിയിട്ടുള്ള ഈ പാവപ്പെട്ട ആളുകൾക്ക് സഹാനുഭൂതിയല്ല ആവശ്യം, അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. കേരളം മാറി മാറി വരുന്ന നിരവധി ഗവൺമെന്റുകൾ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പട്ടികജാതിക്കാരുടെ സ്ഥിതി അതീവ ദയനീയമാണ്. കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി നീക്കിവെക്കുന്നുണ്ട്. പക്ഷേ അവരിലേക്ക് ആ പദ്ധതികൾ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടനിലക്കാർ അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ തട്ടിക്കൊണ്ടുപോകുന്നു. അവർക്ക് ലഭിക്കേണ്ടി വരുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുന്നു. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ അത് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ കൊണ്ടാണ് പലതും കോടിക്കണക്കിന് രൂപ ലാപ്സാകുന്നു. 6 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ നാട്ടിൽ പട്ടികജാതിക്കാരുടെ സ്ഥിതി ഇന്നും ദയനീയമാണ്. കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്നും മന്ത്രിസഭയിലേക്ക് ഇല്ലെന്നും കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിയാകണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടിമാലിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഇത്തരം കാര്യങ്ങളൊക്കെ അഭ്യൂഹമാണ്. അതെല്ലാം നേരത്തെ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു തരത്തിലുള്ള മാറ്റമില്ല, യാതൊരു വിധത്തിലുമുള്ള ചർച്ചകളുമില്ല. അതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതെല്ലാം അങ്ങനെ ഇപ്പൊ അങ്ങനെ അജണ്ടയെ എൻ്റെ മുമ്പിലില്ല. ആ കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ വേണം എന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ആ ഘടകകക്ഷികളോടൊക്കെ എനിക്ക് വളരെ നന്ദിയുണ്ട്. അവർക്ക് എന്നുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ ഇപ്പോൾ തൽക്കാലം അതിനുള്ള ഒരു സാഹചര്യമില്ല. ലോകബാങ്ക് സംഘം ഇടുക്കി ജില്ലയിലെ ജലനിധി പദ്ധതി അവലോകനം ചെയ്തു.
ടീം ലീഡർ അബ്ദു മുവാങ്കെ, ഡോക്ടർ സുശീൽ സാമുൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിലയിരുത്തൽ നടത്തിയത്. തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിൽ ചേർന്ന അവലോകന യോഗം ജലനിധി ഡയറക്ടർ CT ഭാസ്കരൻ IAS ഉദ്ഘാടനം ചെയ്തു. ഇക്കണോമിക് അഫയേഴ്സ് ഡയറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് കേരള സർക്കാരിനും അതെ. അപ്പം അതുകൊണ്ട് ഇത് വളരെ രസകരമായിട്ട് എടുക്കാവുന്ന ഒരു സംഗതിയാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സംഗതിയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിലും വേൾഡ് ബാങ്കിൻ്റെ സപ്പോർട്ടോട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വളരെ താല്പര്യമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിട്ട് പിന്നെ എങ്ങനെയാണ് ശരീരം ഇങ്ങോട്ട് കിട്ടാന്ന് നോക്കി. അത്രയും ഗൗരവമായിട്ട് അവർ റിവ്യൂ ഒക്കെ നടത്തുന്നത്. അവർക്ക് അറിയേണ്ടത് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം എന്നുള്ളതല്ല, അവർക്ക് ചില കാര്യങ്ങൾ അറിയണം. അതിന് എത്രമാത്രം താങ്കൾ സജ്ജീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണം. ജില്ലയിലെ പരിസ്ഥിതി പ്രവർത്തനത്തിൽ ലോകബാങ്ക് സംഘം സംതൃപ്തി പ്രകടിപ്പിച്ചു. റീജിയണൽ ഡയറക്ടർ ഡോക്ടർ സാബു, ജോസ് ജെയിംസ്, KG റെജി തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ടീം ലീഡർമാരും പദ്ധതി പുരോഗതി അവതരിപ്പിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്നുവന്ന 33ാമത് സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ല വിജയിയായി. ഫൈനൽ മത്സരത്തിൽ എറണാകുളം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 7-6 എന്ന നിലയിൽ വയനാടിനെ പരാജയപ്പെടുത്തി. സമാപന സമ്മേളനം കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് KMI മേത്തർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു. സമ്മേളനത്തിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടോം ജോസ് കുന്നേൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KG പ്രിൻസ്, PA സലീംകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു കാര്യം മാത്രം, നല്ല വ്യത്യാസം നമ്മുടെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്ക് നല്ല സ്കില്ല്, വളരെയധികം സ്കില്ല് കാണിക്കുന്നു. അതാണ് നമ്മുടെ കേരള ഫുട്ബോളേഴ്സിൻ്റെ, ഇന്ത്യൻ ഫുട്ബോളേഴ്സിൻ്റെ ആവശ്യം. അത് കഴിഞ്ഞ 3-4 കൊല്ലമായിട്ടുള്ള വിഷൻ ഇന്ത്യ പ്രോജക്റ്റിൽ നിന്നുമാണ് ഇവരിൽ പലരും വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. ഏതായാലും ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഫെഡറേഷൻ കപ്പ് എറണാകുളത്തും സാധിക്കുമെങ്കിൽ മഞ്ചേരിയിലും നടത്താൻ ഉദ്ദേശിക്കുന്നു. IPL ക്രിക്കറ്റ് മോഡൽ ഫുട്ബോൾ എറണാകുളത്ത് നടത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും AIFF ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി മറ്റു കാര്യങ്ങളെല്ലാം, ഇനി തുടർന്നുള്ള നടപടികളെല്ലാം ഒരു വരുന്ന 2 ആഴ്ചക്കകത്തുള്ളിൽ എല്ലാം തീരുമാനമാകും. IPL ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ജില്ലാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തൊടുപുഴ ന്യൂമൻ കോളേജിൽ തുടക്കമായി. വെള്ളിയാഴ്ച നടന്ന മത്സരത്തിൽ മുട്ടം ശാന്താൾ ജ്യോതി HSS തൊടുപുഴ ഫണ്ട്സിനെയും, കൈരളി ക്ലബ് ശാന്താൾ ജ്യോതി സ്റ്റാർസിനെയും, മോൺഫോർഡ് ക്ലബ് ശാന്താൾ ജ്യോതി ടീമിനെയും, ഡീപ്പോൾ സ്പോർട്സ് ഫൗണ്ടേഷൻ തൊടുപുഴ ബൈസെന്റിയൻ ക്ലബിനെയും തോൽപ്പിച്ചു. ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച നടക്കും. ചാമ്പ്യൻഷിപ്പ് ന്യൂമൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി CN ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ പ്രസംഗിച്ചു. ജീവിത ദുരിതത്തിൽ നിന്നും കരകയറാൻ നെട്ടോടും നടത്തുന്നവർക്കായി ഷീനു നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നു. പണമില്ലാത്തതിന്റെ പേരിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാകാത്ത പട്ടിണി പാവങ്ങൾക്കും മരുന്നിനു പോലും പണമില്ലാതെ നരകിക്കുന്ന മാറാരോഗികൾക്കും വേണ്ടി പണം ശേഖരിക്കുകയാണ് ഷീനു മാരത്തോണിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഓട്ടം തുടങ്ങിയ പെരുമ്പഴത്തൂർ മുട്ടക്കാട്ട് പാടിപ്പറമ്പിൽ ഷീനുവിന്റെ ഇടുക്കി ജില്ലയിലെ പര്യടനം ശനിയാഴ്ച രാവിലെ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് തൊടുപുഴ CI സജി മാർക്കോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇനി 7 ദിവസം ഇടുക്കിയിലാണ് ഷീനുവിന്റെ ഓട്ടം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലവട്ടം കിലോമീറ്ററുകൾ ഓടിയിട്ടും തളരാതെ ഷീനു ഹൈറേഞ്ച് പാതകളിലേക്ക് ഓട്ടം നീട്ടിയത് സ്വന്തമായി നേട്ടങ്ങൾ കൊയ്തെടുക്കാനല്ല. ഇതിനകം നിരവധി പേരുടെ കണ്ണീരൊപ്പിയ ഷീനുവിന്റെ കയ്യിൽ ഇനിയും പരിഹരിച്ചിട്ടില്ലാത്ത 26 അപേക്ഷകൾ ബാക്കിയുണ്ട്. അവയ്ക്ക് പരിഹാരം കാണാനാണ് ഇടുക്കിയിലെ ജീവൻ രക്ഷ മാരത്തൺ ഓട്ടത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്.
നെയ്യാറ്റിൻകര ജീവൻരക്ഷ മാരത്തൺ ഫൗണ്ടേഷന്റെയും നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി. 7 പേരടങ്ങുന്ന സംഘം വാഹനത്തിൽ ഷിനുവിനെ അനുഗമിക്കും. മാരത്തൺ കാണാൻ എത്തുന്നവരിൽ നിന്ന് ഇവർ പണം ശേഖരിക്കും. ഗുരുതര രോഗങ്ങൾ ബാധിച്ച 7 പേരുടെ ശസ്ത്രക്രിയയ്ക്ക് പണം സമാഹരിച്ചു നൽകാൻ ഷിനുവിന് സാധിച്ചിട്ടുണ്ട്. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴയിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തി. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ തോതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായ പോരാട്ടത്തിലാണ് രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം. കേരളത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം പോലെ ഒരു നെറികെട്ട ഭരണം, ഒരു പക്ഷേ ഇത്രയും ഒരു നാറിയ ഭരണം കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും ആ അഭിപ്രായക്കാരായിരിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം സാമാന്യ ഒരു നാണമെങ്കിലും ഉണ്ട്. 2.5 വർഷം കഴിഞ്ഞ് ഗവൺമെൻറ് ജീവനക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെട്ട് അബ്ദുൽ റബ്ബും ഇന്ത്യൻ യൂണിയൻ ലീഗും ഭരണാധികാരം കൈയാളി മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ അധ്യാപകരെ മാറ്റി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ചീച്ചി മേടിക്കാനുള്ള ചില്ലറ മേടിക്കാനുള്ള സർവീസിൽ നിന്നും വിരമിക്കുന്ന NGO യൂണിയൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും KGOA നേതാവുമായ TH ഹംസ, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം MN ശിവനുണ്ണി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. യോഗത്തിൽ NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് C ബിനോബ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് KP മേരി, യൂണിയൻ ജനറൽ സെക്രട്ടറി A ശ്രീകുമാർ, FSCTU ജില്ലാ പ്രസിഡന്റ് TM സുബേർ, KGOA ജില്ലാ സെക്രട്ടറി KM രാജേന്ദ്ര പ്രസാദ്, കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി TD ജോസ്, R രഘുനാഥൻ നായർ, AN ചന്ദ്രബാബു, S സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കമ്പ്യൂട്ടർ ഡീലേഴ്സ് അസോസിയേഷൻ തൊടുപുഴ റീജിയൻ സംഘടിപ്പിച്ച ഓണം കമ്പ്യൂട്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൊടുപുഴ ജോഗാനിസ് ഹോട്ടലിൽ നടന്ന യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. ഈ 2 വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് പോകുവാനും ഈ രംഗത്തെ ഒരു മത്സരബുദ്ധി ഒഴിവാക്കിക്കൊണ്ട് ബിസിനസ് നടത്തുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പ്രയോജനം ലഭിക്കുന്നത് വെച്ചാൽ സർവീസിംഗാണ്. സർവീസ് രംഗത്ത് നിങ്ങൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ ബിസിനസ്സുകൾ നമ്മുടെ തൊടുപുഴയിലേക്ക് കടന്നു. നമ്മുടെ തൊടുപുഴ പഴയ തൊടുപുഴയാണ്. പണ്ടൊക്കെ നമുക്കറിയാം തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം തൊടുപുഴയ്ക്ക് ഇത്രമാത്രം വളർച്ച ഉണ്ടായിരുന്നു. ഒരു 15 കൊല്ലത്തിന് അപ്പുറത്താണെങ്കിൽ വലിയ പട്ടണമായിരുന്നില്ല തൊടുപുഴയെങ്കിൽ ഈ അടുത്ത കാലം കൊണ്ട് നമ്മുടെ തൊടുപുഴ ഒരു വലിയ പട്ടണമായി മാറുകയാണ്. നമ്മുടെ കേരളത്തിലെ പല പട്ടണങ്ങളും എടുത്ത് വലിയ വലിയ പട്ടണങ്ങൾ തിരുവനന്തപുരം, എറണാകുളം. അടുത്തതായി കുമാരി മോനിഷ. ഓക്കെ, അടുത്തത് അസോസിയേഷൻ പ്രസിഡന്റ് സിനോജ് കെ ഫ്രാൻസിസ് കുഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴ ബ്ലോക്ക് സെക്രട്ടറി R രമേശ്, BBC ന്യൂസ് ചെയർമാൻ സാബു നെയ്യശ്ശേരി, അസോസിയേഷൻ സെക്രട്ടറി GB ജോർജ്, ട്രഷറർ സിജു ജോസഫ്, ജിജു പെൻഡവേൾഡ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂടുതൽ കൂപ്പണുകൾ നൽകിയതിനുള്ള സമ്മാനങ്ങൾ 3G കമ്പ്യൂട്ടേഴ്സിനു വേണ്ടി പാർട്ണർ അജിത്തും പെൻഡ പീസ് വേൾഡിനു വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ജിജോയും ഏറ്റുവാങ്ങി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഗാന്ധിഗ്രാം പദ്ധതിയുടെ ഭാഗമായി KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഇടുക്കിയിലെത്തി. ചെല്ലിത്തോട് പട്ടികജാതി കോളനിയിലെത്തിയ ചെന്നിത്തലയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണം. ജില്ലയിൽ നടപ്പാക്കുന്ന ജലനിധി പദ്ധതി അവലോകനത്തിന് ലോകബാങ്ക് സംഘം ജില്ലയിലെത്തി. പദ്ധതി നിർവഹണത്തിൽ ലോകബാങ്ക് സംഘം സംതൃപ്തി രേഖപ്പെടുത്തി.
മുതലക്കോട് നടന്നുവന്ന സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വയനാടിനെ പരാജയപ്പെടുത്തി എറണാകുളം ജില്ലാ ചാമ്പ്യന്മാരായി. പട്ടിണിപ്പാവങ്ങൾക്കും മാറാരോഗികൾക്കുമായി ഷിനുവിന്റെ മാരത്തോൺ ഇടുക്കി ജില്ലയിലെ പര്യടനം തൊടുപുഴ CI സജി മാർക്കോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കമ്പ്യൂട്ടർ ഡീലേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണം കമ്പ്യൂട്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.